തൃശ്ശൂർ വീട്ടിൽ പുറപ്പെട്ടു റഷ്യൻ. ആരോ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഈ ന്യൂസ് ഉണ്ടല്ലോ, അതൊരു 1/2 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ വായിച്ചു കേൾപ്പിക്കണം മുഴുവനും. മുഴുവനും വൃത്തിയിട്ട് അതിലേക്ക് പോകും. ആ പുസ്തകം കൊണ്ടോ. സാറേ നമസ്കാരം. വരൂ 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 വരൂ. നമസ്കാരം. അയ്യോ, എന്താപ്പ ചെയ്യാ? ഞാനെന്നാ മരിച്ച സമയത്ത് ഞാനവിടെ വന്നിരുന്നു. ഞാനും സാറിനെ കണ്ടു തോന്നുന്നത്, ഒരുപാട് പേര് വന്നോണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അവനെ നോക്കിയുള്ളൂ, പിന്നെ നോക്കാൻ പറ്റിയില്ല. ആ പെൻഷനൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പുറത്തുനിന്ന് എവിടുന്നേലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കണ്ടിട്ടില്ലെങ്കിലും ഓടി എൻ്റെ അടുത്ത് വരും, എന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കും. ഇവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓടി വരണ കുട്ടിയായിരുന്നു. അത്രേ ആയുസ്സുണ്ടാവുള്ളൂ, അതായിരിക്കും. വേറെ ഇപ്പം എന്ത് പറയാനാ സാറേ. ഈ വന്നതേ ഈ അളിയൻ്റെ ഇതിലെന്തോ ഒരു ധനസഹായം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിരുന്നേ. ധനസഹായം? അളിയനെ ഇടിച്ച വണ്ടി ഏതാണെന്ന് അറിയില്ലല്ലോ സാർ. അപ്പൊ ഇങ്ങനെ 1-2 പേര് പറഞ്ഞു, അജ്ഞാത വണ്ടി ഇടിച്ച് ഇങ്ങനെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോ ധനസഹായം കിട്ടുമെന്ന് പറയാൻ കിട്ടു. സാർ റിട്ടയർഡ് തഹസിൽദാരായിട്ട് സാറിനെ വന്ന് കണ്ട അതിന്റെ വിവരങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ എന്ന് എഴുതിയിട്ട് വന്നതാ. അതായത് ഇപ്പോ അജ്ഞാത വാഹനം ഇടിച്ച് അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപ കിട്ടാം. ഇനി എങ്ങാനും മരണപ്പെട്ട കേസാണെങ്കിൽ 2 ലക്ഷം രൂപയും കിട്ടാം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട്. പക്ഷെ അത് ഇവിടെ ആർക്കൊന്നും ഇപ്പൊ അത് അറിഞ്ഞൂടാ. അതിനെന്താണ് സാറേ ഞങ്ങള് ചെയ്യേണ്ടതെന്നുള്ള അതിന് എന്താ? ഇപ്പോ എവിടെ വെച്ചാണ് വണ്ടി ഇടിച്ചത് എന്നുണ്ടെങ്കിൽ അതിന്റെ പരിധിയിലുള്ള RDOക്കാണ് ഇപ്പോ അപേക്ഷ കൊടുക്കേണ്ടത്. ഇപ്പൊ RDOക്ക് കൊടുക്കണമെന്നില്ല, അത് തഹസിൽദാർക്ക് കൊടുത്താലും മതി. അവരത് നേരെ കലക്ടറേറ്റിലേക്ക് അയക്കും. ആ കലക്ടറേറ്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരത് നോക്കിയിട്ട് കലക്ടർ അതൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലെയിം സെറ്റിൽ ചെയ്യും. സാറേ ഈ ഇപ്പൊ നമ്മള് അപേക്ഷിക്കേണ്ടത് എവിടെയാണ്? തഹസിൽദാർക്ക് കൊടുത്താൽ മതി. തഹസിൽദാർ കൊടുത്ത് ഇപ്പൊ ഇതിന്റെ ആശ്രിതരായിട്ട് ഇപ്പൊ ആരാ വരിക? അച്ഛനാ വരിക. അച്ഛനെ സംബന്ധിക്കുന്ന മുഴുവൻ രേഖകളും അതിന്റെ കൂടെ വെക്കണം. പിന്നെ വേറെ ആശ്രിതരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും ഡീറ്റെയിൽസ് വേണം. പിന്നെ അല്ല, അമ്മ നേരത്തെ പോയല്ലോ, ഇവിടെ ഒരു മോളല്ലേ ഉള്ളൂ, 2 പേരായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അതിന്റെ കൂടെ വേറെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ കൂടി വെക്കാനുണ്ട്. അപ്പൊ അത് പറയണേ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇൻക്വസ്റ്റിന്റെ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, ഡോക്ടർ എഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഇത്രയും സംഗതികൾ അതിന്റെ കൂട്ടത്തിൽ വെക്കണം. പിന്നെ FIRന്റെ ഒരു കോപ്പി വെക്കണം, അത് വിട്ടുപോരുത്. അപ്പൊ ഇത്രയും സംഗതികൾ വെച്ചിട്ട് നേരെ തഹസിൽദാർക്ക് ഒരു അപേക്ഷ കൊടുക്കുക. ഈ സർക്കാർ ഓഫീസാണല്ല, അവിടെ ആരെങ്കിലും കണ്ട് എന്തെങ്കിലും കൊടുത്താൽ കാര്യങ്ങളൊന്ന് പെട്ടെന്ന്. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഇത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാ. അപ്പൊ അതിന് അങ്ങനെ ഒരു ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ. ഇനിയിപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ആരാണിപ്പോ അവിടെ എന്നുള്ളത് അറിയില്ല, അത് നോക്കിയിട്ട് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് പറയും ചെയ്യാം കേട്ടാ. അത് കുഴപ്പമില്ല. ഇല്ല, ഈ ഇടിച്ച വണ്ടി കണ്ടുപിടിക്കാനേ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്താൽ പറ്റുമോ? പരാതി വേണമെങ്കിൽ നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അതുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ പ്രയോജനം? ഒന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പൊ വണ്ടി നമ്മൾ അന്വേഷിച്ചു, പക്ഷെ അതിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു വാലും തുമ്പൊന്നും ഉണ്ടായില്ലല്ലോ. അന്വേഷിക്കുന്നുണ്ട് സാറേ. ആ പ്രദേശത്തൊന്നും ക്യാമറ ഒന്നും ഇല്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ ഒന്നും. അപ്പൊ അതായത് ഈ ഇടിച്ച വാഹനത്തിന്റെ വാഹനത്തെ പറ്റി ഒന്നും അറിയാതെ അജ്ഞാത വാഹനം ഇടിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഇത് കിട്ടുക, ധനസഹായം കിട്ടുക. ഇപ്പൊ ഇതിന്റെ പിന്നാലെ ഒന്നും പോകില്ലായിരുന്നു സാറേ. എന്തെങ്കിലും കിട്ടണമെങ്കിൽ അച്ഛന്റെ ചികിത്സക്കെങ്കിലും ആവൂലോ എന്ന് കരുതിയിട്ടാണ്. എന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത്? സർക്കാർ തരുന്നതല്ലേ, നമുക്ക് വാങ്ങിച്ചെടുക്കാം കേട്ടാ. ഇതിന് പറയുന്നത് തന്നെ ഹിറ്റ് ആൻഡ് റൺ ലോന്നാ. കഴിയുമെങ്കിൽ അതൊന്ന് എഴുതി തരുമോ? ഞാനൊരു കാര്യം ചെയ്യാം, അത് പിന്നെ വാട്സാപ്പിൽ അയച്ചു തരാം കേട്ടാ. വലിയ പോരാ സാർ. ഇനിയിപ്പോ ചായ എന്തെങ്കിലും ആളില്ല, ആരുമില്ല ഇവിടെ. എന്നാ ശരി, ആയിക്കോട്ടെ.
ബ്രോ ശ്രീകുട്ടാ ശ്രീകുട്ടാ വാടവിടെ എന്താ വാ 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 വായിക്ക് വായിക്ക്. അല്ല അരമണിക്കൂറല്ലേ പറഞ്ഞ അരമണിക്കൂർ ആയില്ലല്ലോ എന്താ അരമണിക്കൂറായിട്ടില്ല അതായത് മതി. ഇങ്ങോട്ട് വാ, മൊത്തം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കും. നീ തപ്പാതെ വായിച്ചോ. ഇലക്ട്രീഷ്യൻ ജോലിക്ക് വീട്ടിൽ നിന്നു പുറപ്പെട്ടു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ വായിക്കടാ. കുടുങ്ങിപ്പോയ കുട്ടനെല്ലൂർ സ്വദേശിക്ക് ക്രെയിനിൽ ക്രൈനല്ല യുക്രൈൻ. അത് വായിക്കാൻ അറിയില്ല. പിന്നെ എന്തിനാടാ നീ മണ്ടു ATM പോയിട്ട് അത് അവിടെ പൈസ വരണില്ല, അതിലില്ല. അത് കംപ്ലൈൻ്റ് ആണ്. ഇല്ല, എൻ്റെ കയ്യിൽ ഒരു 500 ഉണ്ട്, അത് ചേഞ്ച് ആക്കണം. ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം, നീ ഒന്ന് റെഡിയായി നിൽക്ക്. ലേറ്റ് ആകല്ലേ, പെട്ടെന്ന് റെഡിയായി നിൽക്ക്, വേറെ ആവശ്യങ്ങളുണ്ട്. എന്തേ? അതെ, ഒരു 500 ചേഞ്ച് വേണം. ചേഞ്ചാ? കളക്ടറേറ്റ് വരെ ഒന്ന് പോണം, ഓട്ടോയ്ക്ക് കൊടുക്കാനാണേ. എന്താ കളക്ടറേറ്റില്? അളിയന്റെ ചെറിയൊരു ധനസഹായം കിട്ടുമെന്ന് പറഞ്ഞിരുന്നല്ല, അപ്പൊ അതിനെല്ലാം കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ. അപ്പൊ അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് കളക്ടറേറ്റിൽ പോണം. അല്ല, പേപ്പറൊക്കെ കൊടുത്തിരുന്നോ? അതെല്ലാം കൊടുത്ത്. അത് നമ്മുടെ പഴയ റിട്ടയർഡ് തഹസിൽദാർ സത്യശീലൻ സാറിനെ കണ്ടത്. സാറ് പറഞ്ഞു തന്ന കുറേ പേപ്പറുകളുണ്ട്, പല ഓഫീസിലും കയറി ഇറങ്ങി അവിടെ ഇവിടെ നിന്നെല്ലാം മേടിച്ച് എല്ലാം കൂടി ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതേപോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അത് എല്ലാ ഓഫീസിലും പോയി എല്ലാ പേപ്പറും മേടിച്ച് എല്ലാം കൊണ്ട് കളക്ടറേറ്റ് തഹസിൽദാർ സാറിന് അവിടെ കൊടുത്താണ്. അവിടെ നിന്ന് കളക്ടറേറ്റിലോട്ട് വിടൂന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ അവിടെ നിന്നൊരു വിളി അനക്കൊന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ മെമ്പർ പ്രസാദിനെ കണ്ടപ്പോ പ്രസാദ് അവിടെയുള്ള കളക്ടറേറ്റിലെ ഒരു സാറിന്റെ നമ്പർ തന്നു. സാറിനെ വിളിച്ചപ്പോ സാറ് എന്തോ ടൂറിലാണ്, ഒരു 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, ഒന്ന് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറഞ്ഞപ്പോ ഒന്ന് പോയാലോന്ന് ആലോചിച്ചിട്ട് അങ്ങനെ. അല്ല, അതിനേക്കാൾ മുമ്പേ തഹസിൽദാരനെ ഒന്ന് പോയി കാണുക. അല്ല, അവിടെ പോയി കണ്ടല്ലേ എല്ലാം കൊടുത്തത്. അല്ല, അതല്ല, ഈ പേപ്പറുകൾ നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അറിയാൻ പറ്റും. ആള് വിചാരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക്. അതേ, തഹസീൽദാർ മൊയ്തു ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഓഫീസിലെ ക്ലർക്കിനോട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വേണ്ടി വിളിക്കൂ. മലയാളല്ലേ പറയണത്? രതീഷിനെ കുറിച്ച് 1ഉം 2ഉം തവണ അല്ല ഇവിടെ കംപ്ലൈന്റ് കിട്ടുന്നത്. ഇപ്പൊ വന്ന കംപ്ലൈന്റ് എന്താണെന്ന് അറിയാലോ? സാർ താമസിച്ചു വരുന്നു എന്നുള്ളതല്ലേ? താമസിച്ചു വരുന്നതോ? താമസിച്ചു വരുന്നതാ കംപ്ലൈന്റ്. എന്നും 12 മണിക്കായി വരാന്ന് എനിക്കറിയാം. അതിവിടെ എന്നും കംപ്ലൈന്റ് കിട്ടുന്നുണ്ട്. ഇതല്ല, വീട്ടിൽ നിന്ന് മദ്യം ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവരിക, എന്നിട്ട് അതിനകത്ത് കറാമ്പട്ടിയും കെട്ടിട്ട് അത് കുടിക്കുന്ന വെള്ളാന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് മണം അറിയാണ്ടിരിക്കാൻ വേണ്ടി മുറുക്കുക, അല്ലേ? സാർ കുറച്ച് നാളായിട്ട് ഭയങ്കര ചുമയാണ് സാർ. അപ്പോൾ ആയുർവേദ മരുന്നാണ് സാർ അത്. മരുന്നാണ് മദ്യം? ഞമ്മക്കത് അറിയാമാ, പക്ഷെ ഈ ഓഫീസിലെ പലർക്കും അറിയാം അത് മദ്യമാണെന്ന് കേട്ടോ. സാർ എനിക്കൊരു ശത്രുക്കളുണ്ട്, അത് അവർ പറഞ്ഞ് പരത്തുന്നതായിരിക്കും സാർ. ഇപ്പൊ ശത്രുക്കളായി ജീവനക്കാര്. ഇപ്പോഴും എൻ്റെ അടുത്ത് തെറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാണ്ടല്ലോ എന്താ ഉണ്ടാവാൻ പോണെന്നറിയോ? ചുവന്ന മഷിയിൽ അവിടെ എഴുതി വെക്കും, അതോടെ പണിയിലുണ്ടാവും. അനക്ക് ഈ ജോലി എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയോ? അച്ഛൻ മരിച്ചപ്പോ. അച്ഛൻ മരിച്ചിട്ട് ആ അച്ഛനെ പറയിപ്പിക്കരുതോ. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. വീട്ടിലിരിക്കേണ്ടി വരും. പൊയ്ക്കോ. ഓരോരുത്തരും ഇവിടെ സർക്കാർ ജോലി കിട്ടാൻ നടക്കുക, കിട്ടിയവരത് ഇല്ലാതാക്കും. വരും. എന്താ കാര്യം? സർ, ഇതെന്റെ ഭാര്യയാണ്. ഭാര്യയുടെ സഹോദരന് ആക്സിഡന്റിലും മരണപ്പെട്ടിരുന്നു. ഭാര്യന്റെ സഹോദരൻ നിങ്ങൾ അളിയെ? അതെ അതെ അതെ. എന്താ പേര്? ഉണ്ണിന്നാണ്. അപ്പൊ ഒരു അജ്ഞാത വാഹനം ഇടിച്ചിട്ട് പോയതാണ്. ഹിറ്റ് ആൻഡ് റൺ. അതെ. ഇടിച്ചിട്ട് നിർത്താതെ പോവുക. അതിൻ്റെ ഒരു ധനസഹായത്തിന് വേണ്ടി ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? നിങ്ങൾ വന്നപ്പോ ഒരു സാർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയില്ലേ, ആ സാറിന്റെ കയ്യിലാണ് കൊടുത്തിരുന്നത്. മൂപ്പര കയ്യില കൊടുത്തതല്ലേ? ആരുടെ പേരില അപേക്ഷ കൊടുത്ത്? അച്ഛന്റെ. ആരച്ഛന്റെ? ഞങ്ങളുടെ അച്ഛന്റെ.
അച്ഛന്റെ പേരെന്താ? സുഗതൻ. മരിച്ചുള്ള പേര്? ആ 9/3/2025 ആക്സിഡന്റ് നടന്നത് അല്ലേ? അതെ സാർ. അല്ലേ? അതെ അതെ. ഇതേ നിങ്ങൾ അപേക്ഷ നിരസിച്ചിട്ടുണ്ട്. നിരസിച്ചു. അത് ആ അതായത് 9/3/2025 അപകടം നടന്നത് അല്ലേ? അതെ. നിങ്ങള് 10/4/2025 അപേക്ഷ തന്നത്. ആ. ഒരു ദിവസം വൈകിപ്പോയി. ഇങ്ങനെ ഈ അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാവുന്ന അപകടം വന്നു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. 1 മാസം കഴിഞ്ഞു പോയാൽ അത് നിരസിച്ചു പോകും. സാർ അത് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഒരു ധനസഹായ പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ കുറെ വൈകിട്ടാണ്. വൈകിയാണ് സാർ. അത് മാത്രല്ല, ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞങ്ങൾ മേടിച്ചത്. അപ്പൊ അതിന്റെ ഒരു താമസം കൂടെ വരൂല്ലേ സാറേ? ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ സാർ. അല്ല, ഒരു ദിവസത്തെ കാര്യമൊന്നുമല്ല. ഇതിപ്പോ ഇടിച്ച വാഹനത്തെ പറ്റി നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ 6 മാസമായാലും കുഴപ്പമില്ല. അറിയില്ലെങ്കിൽ ഇത് നിയമം ഇങ്ങനെയാണ്. ഈ നിയമത്തിൽ പിന്നെ മാറ്റമില്ല. സാറേ, ഒരു ദിവസമല്ലേ അതൊന്ന്? അത് 1 ദിവസമായാലും 10 ദിവസമായാലും പെങ്ങളെ, അത് അങ്ങനെയാണ് നിയമം. സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഇത് സർക്കാരിന് നിയമമല്ലേ. പിന്നെ അതല്ല റെക്കോർഡിലൊക്കെ വന്നുപോയത്. ഇനി അത് തിരുത്തില്ലെങ്കിൽ അതൊക്കെ വലിയ കൊല്ലാപ്പോ എന്റെ ജോലി പോകും. വേണ്ട, എന്തായാലും അവൻ പോയില്ലേ. ഇപ്പതേ അവന്റെ പേരിലുള്ള ധനസഹായത്തിന്റെ അപേക്ഷയും തള്ളി. കുഴപ്പമില്ല സാറേ. സാറേ, ആ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴോ FIR തയ്യാറാക്കിയപ്പോഴോ ആ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒരു വാക്ക് പറയണ്ടേ ഇങ്ങനൊരു പദ്ധതി ഉണ്ട്, അത് ഇത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണമെന്ന്? തിരക്കിൽ ചിലപ്പോൾ ഒരു വിട്ടുപോയതായിരിക്കും. നന്മയെ ലക്ഷ്യമാക്കി ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അത് സാധാരണക്കാർക്ക് ഉപയോഗപ്പെടണ്ടേ സാർ? എന്തിനാണ് ഈ പദ്ധതിയൊക്കെ? അച്ഛാ, കാര്യ പണിയൊക്കെ ആവശ്യമൊക്കെ കഴിഞ്ഞാ ഉണ്ണിയുടെ കഴിഞ്ഞില്ലേ? സങ്കടപ്പെടണ്ട. ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്ക് നിക്കാൻ പറ്റിയില്ല ഇവിടെ. എപ്പോഴും ഉണ്ണിയുടെ ഒരു ഓർമ്മകൾ തന്നെയാണ്. 24 മണിക്കൂർ എൻ്റെ കൂടെ ഉണ്ടായതാണല്ലോ. ഞാനും അവനും കൂടി ഒരു പണി പിടിച്ചിട്ടുണ്ടായി കോതമംഗലം. ഞാനിവിടുന്ന് കുറച്ച് പേരെ കൂട്ടിക്കൊണ്ടുപോയി ആ പണി തീർത്തു കൊടുത്ത് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. 25,000 രൂപയുണ്ട്. വാങ്ങിക്കോ. ഉണ്ണിക്കും കൂടി അർഹതപ്പെട്ട പൈസയാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപകരിക്കും. ആ സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തിന്റെ പൈസ കിട്ടിയോ? അതൊന്നും നടന്നില്ല. എല്ലാ പേപ്പറും ശരിയാക്കി, സർട്ടിഫിക്കറ്റ് ശരിയാക്കി ഞങ്ങൾ കുറെ കയറി ഇറങ്ങി. ഒരു ദിവസം മാറിപ്പോയിന്നും പറഞ്ഞ്. നീ ഇപ്പൊ ഈ കാണിച്ച ആത്മാർത്ഥതയുടെ പകുതി ആത്മാർത്ഥ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ കാണിച്ചിരുന്നെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഒന്ന് തിരുത്തിയിട്ട് എന്റെ മോനെ അർഹതപ്പെട്ട പൈസ അവർക്ക് തരായിരുന്നു. അത് സർക്കാരിന്റെ കാര്യമല്ലേ സൂതേട്ടാ. നിങ്ങൾക്ക് സമയത്ത് തന്നെ എന്തെങ്കിലും ആവശ്യം കണ്ടുപോയാലാ. അത് വിട്ടേ. എന്തെങ്കിലും ഉണ്ടേ വിളിച്ചോ കേട്ടാ. ശരിയെന്നാ.